പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ അവിടെ കുറച്ച് ചെറിയുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഇടികല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുത്താലും മതി, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇതായത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുത്ത് ചെറിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണോളം സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും സാദാ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് വാളൻപുളി ഞാനിത് ചുടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചതായിരുന്നു. അത് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പം ഉള്ളിയും മുളകും ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു മിനിറ്റോളം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാം. പാനിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു വറവ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് അടിപൊളി ടേസ്റ്റ്. ഈ ഒരു ചമ്മന്തി മാത്രം മതിയിട്ട് നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.